അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സഹോദരന്മാരെ, സഹോദരികളെ, സൂറത്തുൽ അലഖിൻ്റെ അടുത്ത ഭാഗമാണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. പരിശുദ്ധ ഖുർആനിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നുബുവ്വത്ത് തെളിയിച്ചുകൊണ്ടുള്ള ആദ്യ വചനങ്ങളാണ് നമ്മൾ കേട്ടത്. പഠിപ്പിൻ്റെയും അറിവിൻ്റെയും മനുഷ്യൻ്റെ വളർച്ച അറിവിൽ കൂടിയാണെന്ന സന്ദേശവുമെല്ലാമാണ് ആദ്യ വചനങ്ങളിലുള്ളത്. വായിക്കാനും പഠിക്കാനും തലമുറകൾക്ക് അറിവ് കൈമാറാൻ അത് എഴുതി വെക്കണമെന്ന ഒരു സന്ദേശവും കൂടി, ഒരു സൂചന കൂടി അല്ലമൽ ഇൻസാന അല്ലമ ബിൽ ഖലം, പേന കൊണ്ട് പഠിപ്പിച്ചു എന്ന വചനത്തിൽ നിന്ന് നമുക്ക് ഗ്രഹിക്കാമെന്ന് കഴിഞ്ഞ പാഠത്തിൽ പഠിച്ചുകൊള്ളു. ഇനി തുടർന്ന് പിന്നീടിറങ്ങിയ വചനങ്ങളാണ് ഇതിൻ്റെ തുടർച്ച. നമുക്ക് ഓതാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. കല്ലാ ഇന്നൽ ഇൻസാന ലയത്ഗാ അർറആഹു ഇസ്തഗ്നാ ഇന്ന ഇലാ റബ്ബിക റുജ്അ. കല്ല, ഒരിക്കലും അത് വേണ്ട, അരുത് എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. ഒരിക്കലും അങ്ങനെ നിങ്ങൾ ചെയ്യരുത്. ഇന്നൽ ഇൻസാന ലയത്ഗാ, നിശ്ചയം മനുഷ്യൻ പരിധി വിടുകയാണ്, അതല്ലെങ്കിൽ അവൻ ധിക്കാരിയായി ത്വാഗിയായി മാറുകയാണ്. ഒരു ബീജത്തിൽ നിന്ന് സൃഷ്ടിക്കുകയും അറിയാത്തത് പഠിപ്പിച്ച് വളർത്തുകയും ചെയ്ത ആ മനുഷ്യൻ അവൻ്റെ ജന്മത്തിൻ്റെ ആദ്യ അവസ്ഥയെയോ അല്ലെങ്കിൽ അവൻ വളർന്നു വന്ന ഘട്ടങ്ങളെയോ അവൻ ചിന്തിക്കുന്നില്ല. എത്രമാത്രം നിസ്സാരനായിരുന്നു മനുഷ്യൻ എന്നവൻ ആലോചിക്കുന്നില്ല. അവൻ്റെ ജീവിതത്തിൻ്റെ പ്രഥമ ഘട്ടങ്ങളിലുണ്ടായ ദൗർബല്യത്തെപ്പറ്റി, അജ്ഞതയെപ്പറ്റി അവൻ ചിന്തിക്കുന്നില്ല. അവൻ ലയത്തുക, പരിധി വിടുകയാണ്, അല്ലെങ്കിൽ ധിക്കാരം കാണിച്ച് അതിക്രമിക്കുകയാണ് മനുഷ്യൻ. അതൊരിക്കലും വേണ്ട, അത് നല്ലതല്ല. അവൻ അതിൽ നിന്ന് മാറിയേ തീരൂ. കല്ല, അരുത്, വേണ്ട. ഇന്നൽ ഇൻസാന ലയത്തുക, തീർച്ചയായും മനുഷ്യൻ അതിക്രമിക്കുക തന്നെ ചെയ്യുന്നുണ്ട്. അപ്പോൾ മനുഷ്യ സമൂഹത്തിന് അവൻ്റെ ദൗർബല്യങ്ങളെപ്പറ്റിയോ അവൻ്റെ സൃഷ്ടിപ്പിൻ്റെ തുടക്കത്തെപ്പറ്റിയോ ചിന്തിക്കാൻ അവന് കഴിയുന്നില്ല. എത്ര അറിവും പഠനവും നടത്തിയാലും മനുഷ്യൻ പരിധി വിടുന്നു എന്നാണ് ഈ വാക്ക് സൂചിപ്പിക്കുന്നത്. എന്തുകൊണ്ടാണ് പരിധി വിടുന്നത്? അന്ന് റായിലേക്ക് ലോപിച്ച് ഇദ്ഗാം ചെയ്ത് ഓതണം. അവൻ സ്വയം ഐശ്വര്യവാനായി അല്ലെങ്കിൽ സ്വയം പര്യാപ്തനായി എന്ന് അവൻ സ്വയം കണ്ടതിനാൽ, തന്നെ ഞാൻ പര്യാപ്തനാണ്, എനിക്കിനി ആരെയും ആവശ്യമില്ല, ആരോടും ബാധ്യതയില്ല എന്നിങ്ങനെ സ്വയം ഞാൻ പര്യാപ്തനായി എന്നൊരു തോന്നൽ, ഒന്നുമല്ലാത്ത ഒരു ബീജമായിരുന്നു അവൻ. എന്നിട്ടവൻ വലുതായി പഠിച്ചു വളർന്നിട്ട് അള്ളാഹു അവന് പഠിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ കൊടുത്തിട്ട് പിന്നീട് അവൻ വലുതാകുമ്പോൾ തോന്നുകയാണ്, എനിക്ക് മതി, എനിക്കിനി എൻ്റെ സൃഷ്ടാവ് വേണ്ട, ആരും വേണ്ട. ഇസ്തഗ്ന, അവൻ സ്വയം പര്യാപ്തനായി എന്ന് അവൻ സ്വയം തോന്നിയതിനാൽ അഹങ്കാരം കൊണ്ട് അവൻ പരിധി വിട്ടിരിക്കുന്നു. ഇന്ന ഇലാ റബ്ബിക റുജ്അ, തീർച്ചയായും മനുഷ്യ, നിന്റെ രക്ഷിതാവിങ്കലേക്കാണ് മടക്കം. നീ പര്യാപ്തനല്ല. ഇല്ലായ്മയിൽ നിന്ന് നിന്നെ സൃഷ്ടിച്ച് അക്ഷരങ്ങൾ പഠിപ്പിച്ച് വളർത്തിയ നിന്നെ ഒരിക്കലും അല്ലാഹു തആല മണ്ണായി മാറ്റുകയില്ല. ഇന്ന ഇലാ റബ്ബിക റുജ്അ, നിന്റെ രക്ഷിതാവിങ്കലേക്കാണ് നിന്റെ മടക്കപ്പെടുന്നത്, രക്ഷിതാവിങ്കലേക്കാണ്. അവിടെ വെച്ച് ചോദ്യം ചെയ്യപ്പെടും. അഹങ്കാരം മാറ്റിവെക്കൂ, ധിക്കാരം മാറ്റിവെക്കൂ, അള്ളാഹുവിങ്കലേക്ക് വിനയപ്പെട്ടു വരൂ. എന്താ കാരണം? ഇന്ന ഇലാ റബ്ബിക റുജ്അ,
നിൻ്റെ രക്ഷിതാവിങ്കലേക്കാണ് മടക്കം. ഇത് പറഞ്ഞിട്ട് ഈ ധിക്കാരം കാണിച്ച പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ബന്ധു കൂടിയായ ഒരു മഹാധിക്കാരിയുടെ അനുഭവം അള്ളാഹു ഇവിടെ സൂചിപ്പിക്കുകയാണ്. താഴെ വരുന്ന ആയത്തുകൾ അബൂജഹലിനെ പറ്റിയായിരുന്നു എന്ന് ഖുർആൻ വ്യാഖ്യാതാക്കൾ പറയുന്നുണ്ട്. അതെന്താണ്? അറഅയ്തല്ലദീ യൻഹാ, നീ കണ്ടുവോ? അറഅയ്ത, നീ കണ്ടുവോ? അല്ലദീ യൻഹാ, തടയുന്നവനെ, വിരോധിക്കുന്നവനെ, അബ്ദൻ, ഒരടിമയെ. ഇദാ സല്ലാ, അവൻ നമസ്കരിക്കുമ്പോൾ. ഒരടിമ നമസ്കരിക്കുമ്പോൾ അവനെ തടയുന്നവനെ നീ കണ്ടുവോ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമസ്കരിക്കുമ്പോൾ അദ്ദേഹത്തെ തടയുകയും പെരടിക്ക് ചവിട്ടുകയും പ്രയാസങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്ത ഒരു മനുഷ്യനായിരുന്നു അബൂജഹൽ. ആ അക്രമിയെ, ആ സംഭവത്തെ സൂചിപ്പിച്ചുകൊണ്ടാണ് നന്മ ചെയ്യുന്ന ആളുകളെ തടയുന്നവൻ, അള്ളാഹുവിനെ ആരാധിക്കുന്നവരെ തടയുന്നവർ, നമസ്കാരത്തിന് തടസ്സമുണ്ടാക്കുന്നവർ മുഴുവൻ ആളുകൾക്കും ബാധകമാണ് ആ ഒരു സംഭവം. ആ ഒരു സംഭവത്തിലേക്കാണ്, ആ മനുഷ്യൻ്റെ ധിക്കാരപരമായ നിലപാടിലേക്കാണ് തുടർന്ന വചനങ്ങൾ നമുക്ക് പഠിക്കാനുള്ളത്. ഇൻഷാ അള്ളാഹ് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം.